ഹായ്, ഞാൻ നിഷ. ചാംസ് ഐഡിയാസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ സെപ്റ്റംബർ ഓഹരി വിപണിയുടെ കഴിഞ്ഞ 14 വർഷത്തെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ IPOകൾ വരുന്ന മാസമായി മാറാൻ പോവുകയാണ്. 15-ൽ കൂടുതൽ കമ്പനികളാണ് ഈ മാസം ലിസ്റ്റിങ്ങിനായി ഒരുങ്ങുന്നത്. ഇതിൽ ഏറ്റവും ജനശ്രദ്ധ ആകർഷിക്കാൻ പോകുന്ന IPO ബജാജ് ഹൗസിംഗ് ഫിനാൻസ് തന്നെയാണ്. ആദ്യം IPOയുടെ വിശദാംശങ്ങൾ പരിശോധിച്ച ശേഷം കമ്പനിയുടെ വിവരങ്ങൾ നോക്കാം. 2025 സെപ്റ്റംബറോടെ ഉയർന്ന തലത്തിലുള്ള നോൺ ബാങ്കിംഗ് ഫിനാൻഷ്യൽ ഓർഗനൈസേഷനുകൾ അഥവാ NBFCകൾ ഓഹരി വിപണികളിൽ ലിസ്റ്റ് ചെയ്യണമെന്ന റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഉത്തരവ് നിറവേറ്റുക എന്നതാണ് ഓഹരി വിൽപ്പനയുടെ ലക്ഷ്യം. ബജാജ് ഹൗസിംഗ് ഫിനാൻസ് ഓഹരികൾ അതിൻ്റെ IPOയ്ക്ക് മുൻപായി ശക്തമായ GMPയോടെ ലിസ്റ്റ് ചെയ്യപ്പെടാത്ത അൺലിസ്റ്റഡ് മാർക്കറ്റിൽ കാര്യമായ ചലനങ്ങൾ സൃഷ്ടിക്കുന്നു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. ഇതൊരു ബ്ലോക്ക് ബസ്റ്റർ ലിസ്റ്റിംഗ് ആയിരിക്കുമെന്നാണ് പല അനലിസ്റ്റുകളും പ്രവചിക്കുന്നത്. അൺലിസ്റ്റഡ് മാർക്കറ്റിൽ GMP ഏകദേശം 80% പ്രീമിയത്തിലാണ് ഉള്ളത് എന്ന വാർത്തകളാണ് പുറത്തുവരുന്നത്. ഇത് ഉയർന്ന ഡിമാൻഡിനെയാണ് സൂചിപ്പിക്കുന്നത്. ബജാജ് ഹൗസിംഗ് ഫിനാൻസ് അതിൻ്റെ IPOയിൽ നിന്ന് മൊത്തം 6,560 കോടി രൂപ സമാഹരിക്കാനാണ് ലക്ഷ്യമിടുന്നത്. അതിൽ 3,560 കോടി രൂപയുടെ പുതിയ ഓഹരി വിൽപ്പനയും അതിൻ്റെ പ്രൊമോട്ടർ ബജാജ് ഫിനാൻസിൽ നിന്ന് 3,000 കോടി രൂപയുടെ OFSഉം ഉൾപ്പെടുന്നു. ബജാജ് ഹൗസിംഗ് ഫിനാൻസ് IPO 2024 സെപ്റ്റംബർ 9-ന് സബ്സ്ക്രിപ്ഷനായി തുറക്കുകയും 2024 സെപ്റ്റംബർ 11-ന് അവസാനിക്കുകയും ചെയ്യും. IPOയ്ക്കുള്ള അലോട്ട്മെൻറ്റ് സെപ്റ്റംബർ 12-ന് വ്യാഴാഴ്ച അന്തിമമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. 2024 സെപ്റ്റംബർ 16 തിങ്കളാഴ്ചയാണ് ഓഹരികൾ BSEയിലും NSEയിലും താൽക്കാലിക ലിസ്റ്റിങ്ങിനായി നിശ്ചയിച്ചിട്ടുള്ള തീയതി. ബജാജ് ഹൗസിംഗ് ഫിനാൻസ് ലിമിറ്റഡ് IPOയുടെ പ്രൈസ് ബാൻഡ് 10 രൂപ മുഖവിലയുള്ള ഒരു ഇക്വിറ്റി ഷെയറിന് 66 രൂപ മുതൽ 70 രൂപ വരെയാണ് നിശ്ചയിച്ചിരിക്കുന്നത്. IPOയിൽ ഓഫറിൻ്റെ ഏകദേശം 50% ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ബയേഴ്സിനും 15% നോൺ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിനും ബാക്കി 35% റീറ്റെയിൽ നിക്ഷേപകർക്കുമായി നീക്കിവച്ചിരിക്കുന്നു. ഒരു ആപ്ലിക്കേഷൻ്റെ ഏറ്റവും കുറഞ്ഞ ലോട്ട് സൈസ് 214 ഷെയറുകളാണ്. റീറ്റെയിൽ നിക്ഷേപകർക്ക് ആവശ്യമായ ഏറ്റവും കുറഞ്ഞ നിക്ഷേപത്തുക 14,980 രൂപയാണ്. 13 ലോട്ടുകൾ വരെയാണ് ഒരു റീറ്റെയിൽ നിക്ഷേപകന് അപ്ലൈ ചെയ്യാവുന്നത്. NIIസിന് ചുരുങ്ങിയത് 14 ലോട്ടുകളും ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ബയേഴ്സിന് 67 ലോട്ടുകളുമാണ് നിശ്ചയിച്ചിരിക്കുന്നത്. മറ്റൊരു സന്തോഷവാർത്ത കൂടിയുള്ളത് IPOയിൽ റീറ്റെയിൽ സ്ഥാപനേതര നിക്ഷേപകർക്കുള്ള പതിവ് റിസർവേഷൻ കൂടാതെ ബജാജ് ഹൗസിംഗ് ഒരു പ്രത്യേക ഷെയർ ഹോൾഡർ ക്വാട്ട റിസർവ് ചെയ്തിട്ടുണ്ട്. ഈ ഫീച്ചറിലൂടെ ബജാജ് ഫിനാൻസ് അല്ലെങ്കിൽ ബജാജ് ഫിൻസർ ഓഹരി ഉടമകൾക്ക് അവരുടെ വിശ്വസ്തതയ്ക്കുള്ള പ്രതിഫലമായി 500 കോടി രൂപയുടെ ഓഹരികളുടെ ഒരു ക്വാട്ട നീക്കിവച്ചിരിക്കുന്നു. ഓഗസ്റ്റ് 30-ന് കമ്പനി RHP അഥവാ റെഡ് ഹെറിംഗ് പ്രോസ്പെക്ടസ് ഫയൽ ചെയ്യുന്ന തീയതി വരെ ബജാജ് ഫിൻസർവിൻ്റെയോ അല്ലെങ്കിൽ ബജാജ് ഫിനാൻസിൻ്റെയോ ഓഹരികൾ കൈവശം വെച്ചിരിക്കുന്ന നിക്ഷേപകരെ ഈ വിഭാഗത്തിന് കീഴിൽ അപേക്ഷിക്കാൻ വ്യവസ്ഥ അനുവദിക്കുന്നു. ഈ ഓഹരികൾ കൈവശം വെച്ചിട്ടുള്ള നിങ്ങളിൽ പലർക്കും ഇതിനോടകം തന്നെ ഇതുമായി ബന്ധപ്പെട്ട ബജാജ് ഫിനാൻസിൽ നിന്ന് തന്നെ മെയിൽ ലഭിച്ചിട്ടുണ്ടാകും എന്ന് വിശ്വസിക്കുന്നു. ബജാജ് ഹൗസിംഗ് ഫിനാൻസിൽ നിക്ഷേപിക്കാൻ ആഗ്രഹിക്കുന്നവർ ഈ ഫീച്ചർ പരമാവധി പ്രയോജനപ്പെടുത്താൻ ശ്രദ്ധിക്കുക. ഇനി ഈ കമ്പനിയുടെ വിശദാംശങ്ങൾ, സാമ്പത്തിക അടിത്തറ തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് പരിശോധിക്കാം. വിവിധ ബിസിനസ് മേഖലകളിൽ പടർന്നു പന്തലിച്ചു കിടക്കുന്ന ബജാജ് ഗ്രൂപ്പിന്റെ ഭാഗമാണ് ഈ കമ്പനി എന്നതിനാൽ ഈ IPOയ്ക്ക് നിക്ഷേപകരിൽ നിന്നും വളരെ മികച്ച പ്രതികരണമാണ് പ്രതീക്ഷിക്കുന്നത്. ബജാജ് ഹൗസിംഗ് ഫിനാൻസ് ബജാജ് ഗ്രൂപ്പിന്റെ ഒരു സബ്സിഡിയറിയാണ്. ഇത് ബജാജ് ഫിനാൻസ് ലിമിറ്റഡും ബജാജ് ഫിൻസർ ലിമിറ്റഡും പ്രൊമോട്ട് ചെയ്യുന്നു. വാർത്താ റിപ്പോർട്ട് അനുസരിച്ച് ബജാജ് ഹൗസിംഗ് ഫിനാൻസ് ബജാജ് ഫിനാൻസിന്റെ 100% അനുബന്ധ സ്ഥാപനമാണ്. ബജാജ് ഫിനാൻസിൽ ബജാജ് ഫിൻസർവിന് 51.34% ഓഹരി പങ്കാളിത്തവുമുണ്ട്. 2008 സ്ഥാപിതമായ ബജാജ് ഹൗസിംഗ് ഫിനാൻസ്
2015 മുതൽ നാഷണൽ ഹൗസിംഗ് ബാങ്കിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു നോൺ ഡിപ്പോസിറ്റ് ടേക്കിംഗ് ഹൗസിംഗ് ഫിനാൻസ് കമ്പനിയാണ്. കൂടാതെ 2018 സാമ്പത്തിക വർഷം മുതൽ മോർട്ട്ഗേജ് വായ്പകളും വാഗ്ദാനം ചെയ്യുന്നു. ബജാജ് ഹൗസിംഗ് ഫിനാൻസ് വ്യക്തികൾക്കും കോർപ്പറേറ്റുകൾക്കും വീടുകളും വാണിജ്യ ഇടങ്ങളും വാങ്ങുന്നതിനും നവീകരിക്കുന്നതിനുമായി ഇഷ്ടാനുസൃതമായി സാമ്പത്തിക പരിഹാരങ്ങൾ നൽകി വരുന്നു. കമ്പനിയുടെ മോർട്ട്ഗേജ് ഉൽപ്പന്ന ശ്രേണി സമഗ്രമാണ്. അതിൽ ഭവന വായ്പകൾ, LAP അഥവാ ലോൺ എഗെയിൻസ്റ്റ് പ്രോപ്പർട്ടി, റെന്റ് കൺസെഷൻസ്, ഡെവലപ്പർ ഫിനാൻസ് എന്നിവ ഉൾപ്പെടുന്നു. 2024 മാർച്ച് 31 വരെയുള്ള കണക്കനുസരിച്ച് കമ്പനിക്ക് 3,86,093 സജീവ ഉപഭോക്താക്കളാണ് ഉണ്ടായിരുന്നത്. അതിൽ 81.7% ഹോം ലോൺ ഉപഭോക്താക്കളായിരുന്നു. 6 കേന്ദ്രീകൃത റീറ്റെയിൽ ലോൺ റിവ്യൂ സെന്ററുകളുടെയും 7 കേന്ദ്രീകൃത ലോൺ പ്രോസസ്സിംഗ് സെന്ററുകളുടെയും മേൽനോട്ടത്തിൽ 20 സംസ്ഥാനങ്ങളിലും 3 കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി 174 ഇടങ്ങളിലായി 215 ശാഖകളുടെ ശൃംഖല കമ്പനിക്കുണ്ട്. ഇനി ഈ കമ്പനിയുടെ കഴിഞ്ഞ കാലങ്ങളിലെ സാമ്പത്തിക പ്രകടനം കൂടി വിലയിരുത്താം. വളരെ മികച്ച സാമ്പത്തിക പ്രകടനമാണ് ബജാജ് ഹൗസിംഗ് ഫിനാൻസ് കാഴ്ചവെച്ചിരിക്കുന്നത്. 2023 മാർച്ച് 31-നും 2024 മാർച്ച് 31-നും ഇടയിൽ ബജാജ് ഹൗസിംഗ് ഫിനാൻസ് ലിമിറ്റഡിന്റെ വരുമാനം 34%, നികുതിക്ക് ശേഷമുള്ള ലാഭം 38% വർദ്ധിച്ചു. 2020 മുതലുള്ള കണക്കുകൾ പരിശോധിച്ചാലും സ്ഥിതി വ്യത്യസ്തമല്ല. വരുമാനത്തിലും അറ്റ ലാഭത്തിലും കമ്പനി ക്രമാതീതമായ വളർച്ചയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ബജാജ് ഹൗസിംഗ് ഫിനാൻസ് IPOയുടെ വിപണി മൂലധനം 58,297.03 കോടി രൂപയാണ്. ഈ IPOയ്ക്ക് എന്തുകൊണ്ടും സബ്സ്ക്രൈബ് ചെയ്യാനാണ് ഭൂരിഭാഗം അനലിസ്റ്റുകളും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കമ്പനിക്ക് മുന്നിലുള്ള ഏക വെല്ലുവിളി കടുത്ത മത്സരം നേരിടുന്ന ഒരു മേഖലയാണ് ഹൗസിംഗ് ഫിനാൻസ് സെക്ടർ എന്നതാണ്. എന്നിരുന്നാലും ബജാജ് എന്ന ബ്രാൻഡിലൂടെയും വൈവിധ്യമാർന്ന ഉൽപ്പന്ന നിര കൊണ്ടും ഈ വെല്ലുവിളികൾ എല്ലാം നേരിടാൻ കമ്പനി സജ്ജമാണ് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. നിലവിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന ചില ഹൗസിംഗ് ഫിനാൻസ് കമ്പനികൾ ഇവയൊക്കെയാണ്: PNB ഹൗസിംഗ് ഫിനാൻസ്, ക്യാൻഫിൻ ഹോംസ്, ആധാർ ഹൗസിംഗ് ഫിനാൻസ്, ആവാസ് ഫിനാൻസിയേഴ്സ്, ആപ്റ്റസ് വാല്യൂ ഹൗസിംഗ് ഫിനാൻസ്, ഹോം ഫസ്റ്റ് ഫിനാൻസ്, LIC ഹൗസിംഗ് ഫിനാൻസ് തുടങ്ങിയവയാണ് ലിസ്റ്റ് ചെയ്യപ്പെട്ട പ്രമുഖ കമ്പനികൾ. ഇനി ഈ IPOയ്ക്ക് ബ്രോക്കറേജുകളുടെ വിലയിരുത്തൽ എങ്ങനെയാണെന്ന് നോക്കാം. യെസ് സെക്യൂരിറ്റീസിന്റെ അഭിപ്രായ പ്രകാരം ബജാജ് ഹൗസിംഗിന്റെ AUMലും വരുമാനത്തിലും അടുത്ത 12 മുതൽ 15 മാസത്തിനുള്ളിൽ 25 മുതൽ 30% എന്ന നിരക്കിൽ മികച്ച വളർച്ച നേടുമെന്നാണ്. കൂടാതെ അടുത്ത 2 വർഷത്തിനുള്ളിൽ 14 മുതൽ 15% വരെ ROEയും വളരുമെന്ന് അവർ അഭിപ്രായപ്പെടുന്നു. ബജാജ് ഹൗസിംഗിന്റെ പ്രധാന ശക്തിയായി അവർ കാണിക്കുന്നത് അതിന്റെ വളർച്ചാ നിർവഹണത്തിനുള്ള കഴിവും റിസ്ക് മാനേജ്മെന്റ്, പ്രവർത്തന കാര്യക്ഷമത തുടങ്ങിയ കാര്യങ്ങളാണ്. മറ്റൊരു ബ്രോക്കറേജായ ഇക്രെഡ് ഇക്വിറ്റീസ് പറയുന്നത് ഹൗസിംഗ് ഫിനാൻസ് സെക്ടറിൽ പെടുന്ന മറ്റ് കമ്പനികളെ അപേക്ഷിച്ച് ബജാജ് ഹൗസിംഗിന്റെ മൂല്യം കുറച്ചുയർന്നതാണെങ്കിലും അതിന്റെ ശക്തമായ വളർച്ചയും ദൃഢമായ ആസ്തി നിലവാരവും മികച്ച സാങ്കേതിക മികവ് പുലർത്തുന്ന ടെക് എനേബിൾഡ് പ്ലാറ്റ്ഫോം തുടങ്ങിയ കാര്യങ്ങൾ പരിഗണിക്കുമ്പോൾ ഈ മൂല്യം ന്യായീകരിക്കപ്പെടുന്നു എന്നാണ്. മാർജിൻ പ്രൊഫൈൽ താരതമ്യേന ദുർബലമാണെങ്കിലും പ്രവർത്തനക്ഷമത മെച്ചപ്പെടുത്തുന്നതിന് മതിയായ ശക്തി ഈ കമ്പനിക്കുള്ളതുകൊണ്ട് തന്നെ അത് ROEയിലേക്കും മികച്ച വളർച്ചയ്ക്ക് കാരണമായേക്കും എന്നും അവർ അഭിപ്രായപ്പെടുന്നു. സ്ഥിരമായി ശമ്പളവും വരുമാനവുമുള്ള ഉപഭോക്താക്കളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചതിനാൽ AUMന്റെ വളർച്ചയ്ക്ക് ബജാജ് ഹൗസിംഗിന് ബാങ്കുകളെയും ഈ സെക്ടറിൽപ്പെടുന്ന മറ്റു ചെറിയ ഹൗസിംഗ് ഫിനാൻസ് കമ്പനികളെക്കാൾ മുൻതൂക്കം നൽകുന്നു. എന്നിരുന്നാലും ബാങ്കുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഫണ്ടുകൾക്ക് വരുന്ന ചിലവ് ബജാജ് ഹൗസിംഗിന് കുറച്ച് കൂടുതലായതിനാൽ തന്നെ മാർജിൻ താരതമ്യേന ദുർബലമാണ് എന്നും അവർ വിലയിരുത്തുന്നു. എന്നിരുന്നാലും മാർജിനിൽ വരുന്ന കുറവ് ആദായം കൂടുതലുള്ള ലോൺ അഗെയിൻസ്റ്റ് പ്രോപ്പർട്ടി, ലീസ് റെന്റൽ ഡിസ്കൗണ്ടിംഗ്, ഡെവലപ്പർ ലോണുകൾ തുടങ്ങിയ വൈവിധ്യമാർന്ന AUM പ്രൊഫൈലുകളിലൂടെ ബജാജ് ഹൗസിംഗ് മറികടക്കുമെന്നും അവർ അഭിപ്രായപ്പെടുന്നു. നിലവിലുള്ള ഉപഭോക്താക്കളുമായുള്ള ആഴത്തിലുള്ള ബന്ധം, പുതിയ ഉപഭോക്താക്കളെ ഉൾപ്പെടുത്തൽ,
ഭൂമിശാസ്ത്രപരമായി പുതിയ ഏരിയകളിലേക്ക് ബിസിനസ് വ്യാപിപ്പിക്കുക തുടങ്ങിയ നടപടികളിലൂടെ അപകട സാധ്യതയുള്ള കുറഞ്ഞ ഗ്രാനുലാർ പോർട്ട്ഫോളിയോ നിർമ്മിക്കുന്നതിനായി പദ്ധതിയിടുന്നു എന്നതും ബജാജ് ഹൗസിംഗിന് മുൻതൂക്കം നൽകുന്നു എന്നും ബ്രോക്കറേജുകൾ വിലയിരുത്തുന്നു. വരാൻ പോകുന്ന ഈ മികച്ച IPOയ്ക്കായി അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവർ ഡിമാറ്റ് അക്കൗണ്ട് വഴിയോ ബാങ്ക് വഴിയോ അപ്ലൈ ചെയ്യാവുന്നതാണ്. എന്തായാലും ഈ IPO ഈ അടുത്തായി ലിസ്റ്റ് ചെയ്ത ഓല ഇലക്ട്രിക്കിന് ശേഷമുള്ള വൻ ജനപ്രീതി നേടാൻ സാധ്യതയുള്ള ഒരു IPO ആയി മാറാൻ തന്നെയാണ് സാധ്യത. IPO ലഭിച്ചവർ കമൻറ്റ് ബോക്സിൽ അറിയിക്കുമല്ലോ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.